2026 മാർച്ച് മാസം 20-ാം തീയതി വൈകിട്ട് 7 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കുകയാണ്. കുറ്റപ്പുഴയിലെ വീട്ടിലാണ്. ഇന്ന് എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ വിശ്വഭാരതി സ്പെഷ്യൽ പനീർ കറി ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നല്ല ഫ്രഷ് മിൽക്കി മിസ്റ്റിന്റെ പനീറുണ്ട്, പിന്നെ പൊട്ടറ്റോ, ആലു, ഉരുളക്കിഴങ്ങ്, പിന്നെ തക്കാളി ഒരു 3 എണ്ണം, 2 സവാള, ക്യാപ്സിക്കം എത്രയും വലിപ്പം ഉള്ളതായിട്ട് പകുതി എടുക്കത്തുള്ളൂ. പിന്നെ മോർ സ്പൈസി ആക്കാൻ വേണ്ടി പച്ചമുളക്, വെളുത്തുള്ളി, പിന്നീട് മല്ലിയില. ഇത്രയുമാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ. സോ ദ പ്രോസസ് ബിഗിൻസ്. ഇത് ഫ്രോസൺ പനീറാണ്. അപ്പൊ ഈ ഫ്രോസൺ പനീർ ആകുമ്പോൾ ഒരു 10 മിനിറ്റ് ചൂടായ വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഫ്രഷ് പനീറും ഉണ്ട്, ഡയറക്റ്റ് ഉപയോഗിക്കാവുന്നത്. അതാവുമ്പോൾ ഡയറക്റ്റ് കട്ട് ചെയ്ത് കിട്ടാൽ മതി. ഇത് കട്ട് ചെയ്തതാണ്, ക്യൂബ്സ് ആയിട്ട് വന്നതാണ്. ഇതൊരു ലൂക്ക് വാം വാട്ടർ ആണ്. ചെറു ചൂടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചേക്കണം. അപ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ളതൊക്കെ അരി അടച്ചു വെച്ചോണ്ടിരുന്നോട്ടെ. ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ ആണ് ആദ്യം എടുക്കുന്നത്. അത് വെള്ളത്തിൽ കുറച്ച് നേരമൊക്കെ കുതിർത്തിട്ട് കഴിയുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആകും. അതിന്റെ തൊലി ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് നല്ലതുപോലെ നാടൻ പിച്ചാത്തിയാണ്, പഴയ നൈഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇനി ഞാൻ പതുക്കെ അരിയാണ്. നല്ലതുപോലെ കഴുകണം. പൊട്ടറ്റോ മണ്ണിനടിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് മണ്ണൊത്തിരി ഉണ്ട്. നല്ലതുപോലെ കഴുകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് സെറ്റാക്കുക. അത് കഴിഞ്ഞ് വൃത്തിയായി കഴുകിയ ഒരു ചെറിയ തക്കാളിയാണ്, ഒരു 3 തക്കാളി, വലുതാണ് 2 ആയാലും മതി. അത് നല്ല ചെറുതായിട്ട് അങ്ങ് അരിയണം. അത് പിന്നീട് മിക്സ് ചെയ്യാൻ വേണ്ടി പിന്നീട് പച്ചമുളകും വെളുത്തുള്ളിയുടെ അരിഞ്ഞ് വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞിട്ട്, ഇത് നാടൻ സ്റ്റൈലിലാണ്, പഴയ കല്ലാണ്, കരിങ്കല്ല്, അതിനകത്തിട്ട് ഇടിക്കുകയാണ്. മനോരാശിയുടെ സ്റ്റോൺ ഏജ് പീരീഡിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെയാണ്. അന്ന് മിക്സിയും ഗ്രൈൻഡറും ഒന്നും ഇല്ലാത്തപ്പം ഇടിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ കല്ലിൻ്റെ ടേസ്റ്റും ഒക്കെ ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇടുമ്പോൾ ആഹാ, ഒരു ഒന്നൊന്നര ഫീലാണ്. പഴയ മുത്തശ്ശിമാരുടെ നാട്ടറിവാണ്. അത് അരിയുന്നതല്ലാതെ ഓരോ പാത്രത്തിലോട്ട് വെക്കുക. തക്കാളിയുടെ കൂടെ ചേർത്ത് ഇത് വെക്കാവുന്നതാണ്. രണ്ടും ഒരുപോലാണ് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞു വിടാവുന്നതാണ്. അത് ആദ്യം വഴറ്റാൻ വേണ്ടിയാണ്. പല രീതിയിൽ അരിയാം. ഞാൻ ചെറുതായിട്ടാണ് അരിയുന്നത്. അരിഞ്ഞ് മാറ്റി വെക്കുക എന്നുള്ള നടപടിക്രമമാണ് സവാള. അതിനുശേഷം ക്യാപ്സിക്കം, അധികമൊന്നും വേണ്ട, അത് വലിയൊരു പീസ് ആയതുകൊണ്ടാണ് അത് പകുതിയാക്കി വളരെ ഒരുമാതിരി ചെറുതായിട്ട് മീഡിയം സൈസിൽ അരിയുക. ഷിംല മിർച്ച് എന്നറിയപ്പെടുന്ന എരിവില്ലാത്ത എന്നാൽ നല്ല ഒരു ഗുണമൊക്കെയുള്ള ക്യാപ്സിക്കം അരിഞ്ഞ് എടുക്കുക. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു ഓവറോൾ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന മല്ലിയില, കോറിയാൻഡർ ലീവ്സ് ചെറുതായിട്ട്, അതും കുറച്ച് മതി, ഒത്തിരി ഒന്നും വേണ്ട, അരിഞ്ഞ് വെക്കുക. അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ ചെറുതായിട്ട് ഭംഗിയായ രീതിയിൽ അരിഞ്ഞ് ഒരു പാത്രത്തിൽ വെച്ചു. ഇനി അതിൻ്റെ മെയിൻ കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോവുകയാണ്. നമ്മൾ തുടക്കത്തിൽ ചെറു ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന പനീർ ഇപ്പോൾ വെന്ത് പാകമായിരിക്കുകയാണ്. അത് കോരിയെടുക്കുക. വെള്ളം ആവശ്യമില്ല. പിന്നീട് ഉരുളക്കിഴങ്ങ് അതേ വെള്ളത്തിൽ തന്നെ ഇട്ട് തിളപ്പിക്കുക. ഒരു 4-5 മിനിറ്റ് ഒന്ന് വേവിക്കണം. എന്നാലേ ഓവറോൾ എല്ലാവരുള്ള ഒരു വേവ് ബാലൻസ് ചെയ്യാനൊക്കത്തുള്ളൂ. നോൺ ആസ് ദ ലാൻഡ് ഓഫ് സ്പൈസസ്. പോർച്ചുഗീസുകാരോട്ട് എല്ലാവരും തേടി വന്ന സ്പൈസസിന്റെ ഒറിജിനൽ. ഇത് ഞങ്ങളുടെ വീട്ടിലെ കുരുമുളക് പൊടിച്ചതാണ്. നല്ല ഒന്നാന്തരം കുരുമുളക് പൊടി. ഇതും തനി നാടൻ, ഇത് കാശ്മീരി മിർച്ചാണ്, കാശ്മീരി വാങ്ങിച്ച് പൊടിച്ചതാണ്. ഇത് ഗരം മസാലപ്പൊടിയാണ്, ഇത് മല്ലിപ്പൊടിയാണ്, ഇത് മഞ്ഞൾപ്പൊടി. ഇത്രയും സ്പൈസസ് ആണ് ഇതിനകത്ത് ചേർക്കുന്നത്. ദിവസം ഞാൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു കാണുമല്ലോ. തനി നാടൻ നമ്മുടെ വീട്ടിലെ കോക്കനട്ടിന്റെ നല്ല നാളികേരത്തിന്റെ നാട്ടിലെ എനിക്കൊരു, ഇത്രയും ശുദ്ധമായ ഓർഗാനിക് കോക്കനട്ട് ഓയിൽ. കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, കൂടുതൽ ഒഴിക്കുന്നതോറും ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് പിന്നെ മിക്സ് ചെയ്യാം. കടുക്. എന്തുകൊണ്ട് എണ്ണയിലിടുമ്പോൾ കടുക് പൊട്ടിത്തെറിക്കുന്നു?
ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർക്കെങ്കിലും ഉത്തരം ചെയ്യാൻ ചെയ്യണം. പിന്നെ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അറിഞ്ഞു വിട്ട സവാളക്കകത്ത് വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയിക്കോളും, വാട്ടർ ഡ്രോപ്സേ ഉള്ളൂ, അതുകൊണ്ട് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. ഞാൻ ഇളക്കി കൊടുക്കണം. സവാള ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവാള എളുപ്പം മൂക്കുമോ എന്നുള്ള ഒരു കുക്കിംഗ് ടിപ്പുണ്ട്. ഉപ്പ് ഇച്ചിരി കൂടുതലാണോ എന്തോരം ഇട്ട് നോക്കാം. ഈ ഉപ്പ് പാകത്തിനെന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ അമ്മമാരുടെ കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എന്നൊക്കെ എഴുതും, എന്നാൽ ഉപ്പ് മാത്രം പാകത്തിനെന്നാണ് എഴുതുന്നത്. ആ ഉപ്പിന്റെ പാകമൊക്കെ അറിയുക എന്നുള്ളത് ഒരു ഭക്ഷണ കലയുടെ ഒരു നിപുണത എന്ന് വേണേ പറയാം. കുറച്ചു നേരം ഒന്ന് മൂക്കട്ടെ. ഏകദേശം മൂത്തിരിക്കുന്ന എണ്ണയിലോട്ടും സവാളയിലോട്ടും നമ്മൾ മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് വറക്കുന്ന പോലെ എടുക്കണം, ഇങ്ങനെ ചൂടാക്കി. അതൊരു പ്രത്യേക ഒരു പ്രോസസ്സാണിത്. ഒരു റോ മല്ലിപ്പൊടിയെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചൊന്ന് വറുത്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത്തിരി സ്പൈസി കൂട്ടാൻ വേണ്ടി ഇത് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിട്ട് സ്വല്പം ഇടാം, കുഴപ്പമൊന്നുമില്ല. അതിന്റെ പുറകെ നമ്മള് കാശ്മീരി ചില്ലി പൗഡറാണ്, അതിന് എരിവ് കുറവാണ്, കളറും ഗുണവുമാണ് കൂടുതൽ. അതുകൊണ്ട് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുമെങ്കിലും അതിനത്ര എരിവ് കാണാൻ സാധ്യതയില്ല എന്ന് കരുതുന്നു. നോക്കാം. പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും, മഞ്ഞൾപ്പൊടിയൊന്നും അധികം ഇടല്ലേ. മഞ്ഞൾപ്പൊടി ചിലരൊക്കെ മഞ്ഞൾ വെള്ളത്തിനകത്ത് കലക്കി കുടിക്കും, അതൊക്കെ മഞ്ഞൾ കിഡ്നിക്കൊക്കെ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നൊക്കെ എവിടെയോ വായിച്ചിട്ടുണ്ട്. എല്ലാ സ്പൈസിനും രോഗപ്രതിരോധം ഒക്കെ ഉണ്ട്, എന്നാലും കൂടുതൽ അങ്ങ് താർക്കില്ല. നല്ല ഒന്നാം തരം നാടൻ കുരുമുളക് പൊടിയും ഇട്ടു. പിന്നീട് അവസാനം ഇതിന്റെ എല്ലാം പല മിക്സ്ചറാണ് ഈ ഗരം മസാല എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക മണവും ഒക്കെ വരാനാണ്. ഗരം മസാല പൊടി ഇടുമ്പോഴാണ് ഇതിന്റെ ഒരു ടോട്ടൽ സെറ്റപ്പ് അങ്ങ് മാറുന്നത്. അപ്പൊ സ്പൈസി പാർട്ടീസ് ഓവർ. ഇതിനെ ഒന്ന് ശരിക്കൊന്ന് മൂത്ത് വരണം. അങ്ങനെ മൂത്ത് വരുവാന്നാ പറയുന്നത്. ഈ പഴയ അമ്മച്ചിമാരൊക്കെ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പഴയ ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് മൂത്ത് വരും. അതൊരു പ്രത്യേക ഒരു സെറ്റപ്പാ. ടൊമാറ്റോയ്ക്കും ക്യാപ്സിക്കമിനും ഒരേ വേവാണുള്ളത്, അതുകൊണ്ട് രണ്ടും ഒരുപോലെ തന്നെ ഇടാവുന്നതാണ്. മല്ലിയില അവസാനം മാത്രമേ എടുത്തുള്ളൂ. കറിക്ക് എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് മല്ലിയില എന്ന് പറയുന്നത്. ഇതിന്റെ വാട്ടർ കണ്ടന്റും ഒക്കെ അതിനകത്ത് പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. സോ അതിന്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറായിരിക്കുകയാണ്. ഇതൊക്കെ പിടിക്കാനുള്ള കൈക്കല തുണി എന്നൊക്കെയാണ് പറയുന്നത്. കൈക്കല, അതെന്താ അതിന്റെ ഒരു മീനിങ് എന്ന്? കൈ കൊണ്ടുണ്ടാ കലയാണോ പാചകം? അതുകൊണ്ടാണ്. കൈ കൊണ്ട് പല കലകളും ഉണ്ട്. തയ്യൽ ഒരു കലയാണ്, മെഹന്തി ഇടുന്നതൊക്കെ ഒരു കലയാണ്. ഇത് ചൂടുള്ള കല ഇത് മാത്രമായിരിക്കും, അതുകൊണ്ടായിരിക്കും കൈക്കല. ഇതിന് ഒന്നൊരു സെമി വേവ് വേണം. ഈ തക്കാളിയൊക്കെ ഒരു നല്ല നിറവായത് കണ്ടാലേ അറിയാം സംതിങ് ബിഗ് ഈസ് കമ്മിങ്. അങ്ങനെ ഇതൊന്ന് വേവ്. അപ്പൊ ഇത് ഏകദേശം ഒക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ആലു ഒരു സ്വല്പം വെള്ളം ഉണ്ടാവും, കുഴപ്പമില്ല, വെള്ളം വറ്റിപ്പോയിക്കോളും. അതുകൂടെ ചേർത്ത് ഇതിനകത്തോട്ടങ്ങ് മിക്സ് ചെയ്യുക. ഇച്ചിരി വെള്ളം കൂടിപ്പോയി ഡ്രൈ ആകത്തില്ല, അത് കുഴപ്പമില്ല, ആ വെള്ളം വറ്റിക്കോളും. കറിക്കൊരു വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യും. സോ ഉരുളക്കിഴങ്ങ് വെന്തു. ഇനി പനീറിനും വലിയ വേവൊന്നും വേണ്ട. പനീർ നമ്മൾ വേവിച്ചെടുത്താണ്. പനീർ കൂടെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ സോ ഓൾ ദ ബേസിക് ഇൻഗ്രീഡിയൻസ് ഹാവ് ബീൻ മിക്സ്ഡ് അറ്റ് ദിസ് പോയിന്റ്. ഇനി ഇത് നല്ലോണം ഇളക്കി ഇതങ്ങ് മിക്സ് ആവുക എന്നുള്ളതാണ് കലാപരിപാടി. ഇത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇത് ഇരുന്ന് ഒന്ന് വേവണം. അതിനെ ഇങ്ങനെ അങ്ങ് വെച്ച് ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അത് അവിടെ ഇരുന്നോളൂ.
ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഇച്ചിരി വെള്ളം ഉണ്ടാവുണ്ട്. സാധാരണ നമ്മൾ ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ച് ആവി അടുപ്പിക്കുന്ന ഒരു വഴിയുണ്ട്. നമ്മൾ സ്റ്റീം അടുപ്പിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചേക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ തന്നെ ഒരു ഡിസ്റ്റിലേഷൻ പ്രോസസ് ആൻഡ് കണ്ടൻസേഷൻ നടന്നിട്ട് അതിൻ്റെ എസൻസ് അതിനകത്ത് തന്നെ വീഴും. ആർട്ട് ഓഫ് കുക്കിംഗ് എന്നാണ്. ഇത് ഒത്തിരി വലിയ പരിപാടികളാണ്. ലാസ്റ്റ് പ്രോസസ് ആയിരിക്കാണ്. അത് നല്ല വെട്ടി തിളച്ച് നല്ല കൊഴുത്ത. ഓ മൈ ഗുഡ്നസ്. സോ ദിസ് ഈസ് അവർ സ്പെഷ്യൽ പനീർ റോസ്റ്റ് എന്നാണ് ഞങ്ങൾ ഇതിന് പേര് കൊടുക്കുന്നത്. പനീർ, ആലു, ക്യാപ്സിക്കം, ടൊമാറ്റോ, ഒനിയൻ ആൻഡ് സ്പൈസസ്, കേരള സ്പൈസസ്. ദിസ് ഈസ് സ്പെഷ്യൽ പനീർ റോസ്റ്റ് ആൻഡ് ഐ എം ഗോയിങ് ടു സ്പ്രെഡ് ഓവർ ഇറ്റ് കൊറിയാൻഡർ ലീവ്സ്. മല്ലിയില ഇട്ട് സ്പ്രെഡ് ചെയ്ത് നമ്മളത് ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ മല്ലിയില ഒത്തിരി ഇടണ്ട. മല്ലിയിലയുടെ ടേസ്റ്റ് ചിലർക്ക് മലയാളികൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അതൊരു ബേസിക്കലി തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെയാണ് മല്ലിയില ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. എന്നിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് പിന്നെ ഈ പഴയ നാടൻ അമ്മച്ചിമാര് മീൻ കറി ഉണ്ടാക്കിയാലും ചിക്കൻ കറി ഉണ്ടാക്കിയാലും എല്ലാം കുറച്ചു നേരം വെക്കും. ഒരു 1-2 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ അതിനൊരു സ്പൈസസ് ഒക്കെ അങ്ങോട്ട് പിടിച്ച് മസിൽ പിടിച്ചെന്ന് പറയുന്നത് പോലെ, ഇന്നസെന്റ് സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ല അടിപൊളിയാക്കും. അപ്പോൾ സീനി സെറ്റ്. ഇനി അവിടെ ഇരിക്കട്ടെ. കുറച്ചു നേരം ഇരുന്ന് ഒന്ന് ടേസ്റ്റ് പിടിക്കുമ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ ഫ്രഷായിട്ട് കഴിക്കാം. സോ മധ്യപ്രദേശിലെ ഒറിജിനൽ MP ആട്ടയാണ്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആട്ടയാണ്. MP ഷർബതി ആട്ട എന്നാണ് പറയുന്നത്. ഓരോ ഗ്രെയിൻ ഓഫ് വീറ്റ് ഈസ് സെലക്ടഡ് ഹാൻഡ് പിക്ഡ് എന്നൊക്കെയാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയത്തില്ല. സോ അത് വെച്ച് നമ്മളങ്ങോട്ട് പരത്തി, ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണിത്. പരത്തുന്ന അതേ കൈകൊണ്ട് തന്നെ ഉണ്ടോ, ഇത് കൈകൊണ്ടാണ് തിരിച്ചിടുന്നത്. അവിടെ വേറെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ സ്ത്രീകൾ സാധാരണ ചാണക വരളി വെച്ച കൗഡൻ കേക്ക് വെച്ച് ഫ്യൂവലായിട്ട് ഉപയോഗിച്ച് നിലത്തിരുന്നാണ് അവരിത് ചെയ്യുന്നത്. ലാലി കോളിൻസിന്റെയും ഡൊമിനിക് ലാപ്പിയറിന്റെയും ഫ്രീഡം അറ്റ് മിഡ്നൈറ്റിനകത്ത് അതിന്റെ ഒരു മനോഹരമായ ഒരു വിവരണമൊക്കെ ഉണ്ട്. ആ അടുപ്പുകളിൽ നിന്നും ഇന്ത്യയുടെ സായം സന്ധ്യയിൽ പഞ്ചാബ് സമതലങ്ങളിൽ ഉയർന്നു വരുന്ന പുക ഒരു പ്രത്യേക സവിശേഷ ഗന്ധം അന്തരീക്ഷത്തിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഭാരതാംബയുടെ ശരീരത്തിന്റെ ഗന്ധമെന്ന് അമേരിക്കക്കാരനും ഫ്രഞ്ചുകാരനുമായ ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും ഒക്കെ പറയുമ്പോൾ ഭാരതത്തിന്റെ ഗന്ധമാ. ദിസ് ഈസ് ഫുൾക്ക ചപ്പാത്തി. ലുക്ക് അറ്റ് ദിസ്. ഓ മൈ ഗുഡ്നസ്. സോ ദ ആർട്ട് ഓഫ് കുക്കിംഗ് കണ്ടിന്യൂസ്. ദിസ് ഈസ് റെഡി. ചപ്പാത്തി വിത്ത് പനീർ റോസ്റ്റ് പീസ്. അങ്ങനെ രുചികരമായ ഷർബതി MP ആട്ടയും ഓ മൈ ഗോഡ് പനീറും ആലുവും ഓരോന്നും അങ്ങോട്ട് പീസ് എടുത്ത് ക്യാപ്സിക്കം ഒക്കെ അതിനകത്തുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഫീൽസ് ലൈക്ക് ഹെവൻ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ചപ്പാത്തി പ്ലസ് പനീർ റോസ്റ്റ്. ദിസ് ഈസ് വിശ്വഭാരതി സ്പെഷ്യൽ.